ആദിലയുടെ പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു കാണികളെ. അങ്ങനെ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചത് മോഹൻലാൽ പറഞ്ഞു ആദിലയുടെ ഗെയിം മോശമാണെന്ന്. പതിയെ പ്രേക്ഷകർക്ക് ഒരു വെറുപ്പുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആദിലയുടെ എന്തിനും ഏതിനുമുള്ള ദേഷ്യം ഒഴിവാക്കിയാൽ മികച്ച രീതിയിൽ തിരിച്ചു വരാൻ കഴിയും. ഇറിറ്റേറ്റഡ് ആയി പോയപ്പോൾ എല്ലാവർക്കും ഇല്ലേ? അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും ക്ഷമിച്ചും സഹിച്ചുമാണ് ഹൗസിൽ നിൽക്കുന്നത്. വെസൽ ക്ലീനിങ് ജോലി അനീഷ് പറഞ്ഞ സമയത്തിൽ ചെയ്യാതിരുന്ന് അടിയുണ്ടാക്കുന്നത് ഈഗോ കൊണ്ടാണ്. അനീഷിനെ അനുസരിച്ചാൽ തന്റെ വില കുറയുമോ എന്ന തോന്നൽ വ്യക്തിവിരോധമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴായി പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ട് അനീഷിനോട് എന്തോ വിരോധമുണ്ടെന്ന്. അനീഷ് എല്ലാവരോടും നിൽക്കുന്ന പോലെ തന്നെയാണ് ആദിലയോട് നിൽക്കുന്നത്. എന്നിട്ടും ദേഷ്യം വന്നപ്പോൾ അനീഷിന്റെ മെക്കിട്ട് കയറി ഇടിച്ചത് വളരെ മോശമായി പോയി. ഉപദ്രവത്തിലേക്ക് പോയ അനീഷിനെ നന്നായി ഉപദ്രവിച്ചു. ബിഗ് ബോസ് അത് മുക്കുകയും ചെയ്തു. പഴയ സീസണിൽ പിടിച്ചു തള്ളിയതിന് വരെ ആളെ പുറത്താക്കിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് ആണിത്. ഓരോ സീസൺ കഴിയും തോറും അക്രമങ്ങൾ അനുവദിച്ചു കൊടുക്കുവാണ് ബിഗ് ബോസ്. രണ്ടുപേരോട് ഞാൻ പറയാറുണ്ട്, ബോറടിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ആദില അനീഷുമായി വഴക്കുണ്ടാക്കിയപ്പോൾ ക്യൂട്ട്നെസ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. പിന്നീടത് ബോറായി. ഇപ്പോൾ അത് മടുത്തു. കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇനിയെങ്കിലും ട്രാക്ക് മാറ്റൂ ആദില. നൂറ എങ്ങനെ സഹിക്കുന്നു? എന്ത് ചെയ്യാന്? നൂറയും ആദിലയും തമ്മിൽ ചെറിയ വഴക്കുകളുണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഓക്കെ ആകും. നൂറയ്ക്ക് ആദിലയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അതറിഞ്ഞിട്ടാണല്ലോ ഇഷ്ടത്തിലായതും. ഇവർ പിരിയാൻ കാത്തിരിക്കുന്ന കുറെ പേർ പുറത്തുണ്ട്. പക്ഷെ അവരുടെ ബന്ധം സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എന്ത് ചെയ്യാന്? വിട്ടുപോയില്ല.